അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു സംഭവങ്ങൾ റെഡിയാക്കി നോക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഐറ്റം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ എന്തായാലും വിചാരിച്ചത് അങ്ങോട്ട് ഇരിക്കട്ടെ ചോദിച്ചു. അപ്പോൾ ആ വീഡിയോ നിങ്ങളെയും കൂടി കാണിക്കാൻ വെച്ചപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയും ബീഫാണ് കേട്ടോ. അപ്പോൾ അതെ, ബീഫ് ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ ബീഫാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കൈവച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് തെളിച്ച് കൊടുത്ത് ഒരു 6-7 വിസിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ കുക്കറൊക്കെ ഒന്ന് അടച്ച് വെച്ച് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിപ്പുറത്ത് സബോള വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നാടൻ ഫുഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയിലും ചട്ടിയിലുണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഞാനിത് ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഇത് സബോള നമുക്കിനി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന എന്ത് ഐറ്റംസ് ആയാലും സബോള നല്ലപോലെ വാട്ടിയെടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതേ സബോള നല്ല രീതിയിൽ തന്നെ ഞാൻ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ഇതേ സബോള നല്ല രീതിയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ, നാടൻ കറിവേപ്പില, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതൊരു 3 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ, രണ്ടും കൂടിയിട്ടും അതും കൂടി നന്നായി ചേർത്തൊന്ന് വാട്ടിയെടുക്കുക. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം എരിവുള്ളൂ, അധികം എരിവൊന്നും ഇല്ലാത്ത 2 പച്ചമുളക് കേട്ടോ, മീഡിയം സൈസിലുള്ള, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ആദ്യം ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് കുറച്ച് മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. പിഞ്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, അതൊരു 1/4 ടീസ്പൂണും പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഈ മസാലയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കരിഞ്ഞു പോകാതെ തന്നെ നോക്കുക. തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മളിതിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ മസാലയുടെ ഒക്കെ ഒരു കുത്ത് അങ്ങോട്ട് പോയതിന് ശേഷം നമ്മൾക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയ്ക്ക് എരിവ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നല്ല പഴുത്ത് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഒന്ന് ഇതാക്കിയതിന് ശേഷം നമ്മൾ ബീഫ് വേവിച്ച ആ ഒരു വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ഗ്രേവിയോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഗ്രേവി അവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് തിളച്ചൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഈ കറിയൊക്കെ നന്നായി സെറ്റായി വരട്ടെ. നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ഗ്രേവിയോട് കൂടിയിട്ട് നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ചൂടാറിയതിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ആവി പോയതിൻ്റെ ശേഷം അതെ നമ്മുടെ കറിയൊക്കെ ഇതിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് തെളിഞ്ഞ് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലും അല്ലെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ബീഫ് അവിടെ സെറ്റാക്കി മാറ്റി വെച്ചു. പിന്നെ നമ്മൾ പഴംപൊരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പഴംപൊരിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ച കാരണം കൊണ്ടാണ് കേട്ടോ ഞാനത് കാണിക്കാത്തത്. പിന്നെ നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം മധുരം ചേർക്കരുത്. നല്ല പഴുത്ത പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. പഴുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം മധുരം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഒട്ടും മധുരം ചേർക്കാണ്ടാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നുവെച്ചാൽ നല്ല പഴുത്ത പഴം കേട്ടോ. അങ്ങനെ നമ്മുടെ പഴംപൊരിയൊക്കെ ഇതിവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നത് ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യത്തെ ട്രൈ ആണ്. എന്നിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാം കേട്ടോ, ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. നമ്മളങ്ങനെ ഇതേ പഴംപൊരിയൊക്കെ ഇതിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ സെറ്റാക്കി എടുക്കാം കേട്ടോ. സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ ഫ്രണ്ട്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ. അങ്ങനെ നമ്മുടെ പഴംപൊരി ഇതിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബീഫ്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒരു പിടുത്തം പിടിക്കാം കേട്ടോ. സംഭവം എന്തായാലും കിടുക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾക്കായാലും നല്ല ഇഷ്ടമായി. മൂത്താൾക്ക് മാത്രം വലിയ ഇഷ്ടമായിട്ടില്ല. ബാക്കി ഞങ്ങൾ 3 പേര് എന്തായാലും അടിച്ച് പൊളിച്ചങ്ങോട്ട് കഴിച്ചിട്ടുണ്ട്. സംഭവം സെറ്റാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ, എന്നെപ്പോലെ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും, ചിലവർ ട്രൈ ചെയ്ത ആൾക്കാരുണ്ടാവും. ചെയ്യാത്തവരോടാണ് ഞാൻ പറയുന്നത്. നല്ലൊരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ, ഒരിക്കലും മിസ്സായി പോകരുത് ഈ ഒരു റെസിപ്പി കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.